ഇൻസെന്റീവായി 40.50 കോടി രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ നൽകിയ സമയത്ത് പല ആളുകളും കമന്റിലൂടെ ചോദിച്ചിരുന്നു, ക്ഷേമ പെൻഷൻ എന്ന് കിട്ടും, ക്ഷേമ പെൻഷൻ 3200 തന്നെ കിട്ടും എന്ന് ഉറപ്പുണ്ടോ എന്ന്. പല ആളുകൾക്കും അത്തരത്തിൽ സംശയം വരാൻ കാരണം ക്രിസ്മസിന് ആ ഒരു തുക അങ്ങനെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വിഷുവിനും പറഞ്ഞപ്പോൾ 3200 ലഭിക്കാതെ വെറും 1600 എത്തിച്ചേർന്നത്. ആ ഒരു സംശയം കൊണ്ടായിരിക്കാം ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2024 ഏപ്രിൽ 24 മെയ് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഫേസ്ബുക്കിലൂടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. മെയ് 15 ശേഷം ഇതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളെ കഴിഞ്ഞാൽ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടക്കും. ഇതിന് മുന്നോടിയായി ധനവകുപ്പ് കടപ്പത്രം തയ്യാറാക്കുകയും കടപ്പത്ര ലേലം ചൊവ്വാഴ്ച നടത്തുകയും ചെയ്യും. 1500 കോടിയായിരിക്കും തുക കടമെടുക്കാനുള്ള സാധ്യത. 1600 കോടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി വേണ്ടത്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതമാണ് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. 20 ചൊവ്വാഴ്ചയായിരിക്കും കടമെടുപ്പ് ഉണ്ടാകുക. 20 കടമെടുപ്പ് കഴിഞ്ഞാൽ 21 22 തുക വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഇതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. 2 മാസത്തെ ഗഡു തന്നെയാണ് ലഭിക്കുന്നത്. നിലവിലെ മെയ് മാസത്തെ ഒരു ഗഡുവും അതുപോലെ തന്നെ കുടിശ്ശികയുള്ള ഒരു ഗഡുവും ചേർത്ത് 3200 തന്നെയാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഒന്നുകൂടി അടിവരയിട്ട് പറയാനുള്ളത്. ആർക്കും സംശയം വേണ്ട, ഉറപ്പാണ് 3200 തന്നെ എത്തിച്ചേരുന്നതാണ്. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് തുക എത്തിച്ചേരുക. അതുപോലെ കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് 300, 200, 500 രൂപയുടെയൊക്കെ കുറവുണ്ടാകും. അത് സാധാരണത്തെ പോലെ തന്നെ 4-5 ദിവസത്തിന് ശേഷമാണ് പിന്നീട് അത് അക്കൗണ്ടുകളിലേക്ക് എത്തുക. തുടർച്ചയായിട്ട് ആ ഒരു തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾ ഇപ്പോഴും ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പല ആളുകളും കമന്റ് ആയിട്ട് അറിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വീണ്ടും പഞ്ചായത്തിൽ തന്നെ, മുമ്പും പരാതിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് നിങ്ങൾ പരാതിപ്പെടേണ്ടത്. കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട 1600 തന്നെ നിങ്ങൾക്ക് ലഭിക്കണം, അത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് മേടിക്കണം. അതിന് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് പോവേണ്ടത്. മറ്റൊന്ന്, കയ്യിൽ വിതരണം 4 ദിവസത്തിന് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും. കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവാണ് ഇന്നലെ അനുവദിച്ചത്. വീട്ടിൽ ക്ഷേമ പെൻഷൻ എത്തിച്ചു നൽകുന്നതിന് ഓരോ പെൻഷൻ ഗുണഭോക്താവിന്റെയും കണക്ക് പ്രകാരം 30 രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കുന്നത്. അത് സർവീസ് സഹകരണ സംഘങ്ങൾക്കും അതുപോലെ തന്നെ വിതരണക്കാർക്കും വേണ്ടിയുള്ള തുകയാണ് ഒരു 30 രൂപ എന്നുള്ളത്. ആ ഒരു തുകയാണ് കഴിഞ്ഞ 5 മാസത്തേത് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ തുക അവർക്കും ഉണ്ടാകും. അതിന്റെ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത്. അത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്.